قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ധാരാളം ആളുകൾ പലപ്പോഴും ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ മരണവാർത്തകൾ കേൾക്കുന്ന വേളയിൽ വളരെയേറെ സങ്കടം പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആ ഒരു വ്യക്തിയുടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന കാര്യം. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒക്കെ പിരിഞ്ഞ് ദീർഘകാലം പ്രവാസലോകത്ത് ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളും അയൽക്കാരും മറ്റു പലരും മരണപ്പെടുന്ന സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയുള്ള ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ ആ കാര്യത്തിൽ സങ്കടം അനുഭവിക്കാറുള്ളവരാണ്. ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അനുവദിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിന് പരിഹാരമായി. അതായത് ഖബറിങ്കൽ വെച്ച് ജനാസ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തന്നെ ഒന്നിലേറെ സംഭവങ്ങൾ ഈ വിധത്തിൽ ഉണ്ടായിട്ടുണ്ട്. മദീനയിലെ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ, ഇനി ഒരു പുരുഷനാണെന്നും അഭിപ്രായമുണ്ട്, എന്തായിരുന്നാലും ഒരു കറുത്ത വർഗക്കാരിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നതാണ് പ്രബലമായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എപ്പോഴും കാണാറുമുണ്ട്. ഒരു ദിവസം അവരെ കാണാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവർ എവിടെ പോയി? അപ്പോഴാണ് സഹാബിമാർ പറയുന്നത്, പ്രവാചകരെ, അവർ ഇന്നലെ രാത്രി മരണപ്പെട്ടു. ഞങ്ങൾ അങ്ങയുടെ ഉറക്ക് ശല്യപ്പെടുത്തി അങ്ങയെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവരെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാടി. അതുകൊണ്ട് തന്നെ അങ്ങയോട് പറയാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടൊരു വിവരം പറയാമായിരുന്നില്ലേ? എന്നിട്ട് അവിടുന്ന് പരിഭവം പറയുകയും ആ ഖബർ എനിക്ക് കാണിച്ചു തരൂ എന്ന് ആവശ്യപ്പെടുകയും സഹാബിമാർ പുതുമണ്ണുള്ള ആ ഖബർ കാണിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് ആ സഹോദരിക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഖബറിങ്കൽ വെച്ചുകൊണ്ട് ജനാസ നമസ്കാരം നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന വേളയിൽ സഹാബിമാരായ ഞങ്ങളും പിന്നിൽ അണിചേർന്നുകൊണ്ട് പ്രവാചകനോടൊപ്പം നമസ്കരിക്കുകയുണ്ടായി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനും നമസ്കരിച്ചു, ഞാനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വേറെയും സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു സഅദ് മരണപ്പെട്ട് ഒരു മാസത്തിന്റെ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാര്യം അറിയുന്നത്. അങ്ങനെ ഒരു മാസം പൂർത്തിയായ ആ ഖബറിന്റെ സമീപത്ത് നിന്നുകൊണ്ട് ഉമ്മു സഅദ് റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനാസ നമസ്കരിക്കുകയുണ്ടായി എന്നും ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സഹാബിമാരിൽ നിന്നും താബിഈങ്ങളിൽ നിന്നുമൊക്കെ ഒന്നിലേറെ സംഭവങ്ങൾ ഇതേപോലെ ഖബറിങ്കൽ നമസ്കരിച്ചതായി കാണുവാൻ സാധിക്കുന്നു. മഹാനായ ഇമാം ഇബ്നു അബി ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിങ്കൽ വെച്ചാണ് ജനാസ നമസ്കരിച്ചത് എന്ന്. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തിന്റെ സഹോദരനായ ആസിം റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ഖബറിന്റെ സമീപത്ത് വെച്ചാണ് നമസ്കരിച്ചത് എന്ന് മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ സുലൈമാൻ ഇബ്നു റബീഅ, ഇബ്നു സീരീൻ തുടങ്ങിയ താബിഈങ്ങളും ഇങ്ങനെ ഖബറിൽ വെച്ച് ജനാസ നമസ്കരിച്ചതായി ഇതേ മുസന്നഫിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മഹാനായ ഇബ്നു ഹസം അദ്ദേഹത്തിന്റെ അൽ മുഹല്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവരൊക്കെ ഇങ്ങനെ ഖബറിങ്കൽ വെച്ച് ജനാസ നമസ്കരിച്ചിട്ടുണ്ട് എന്ന കാര്യം. എന്നാൽ ഇതിന് കാലപരിധിയുണ്ടോ? ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. 5-6 അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട് പണ്ഡിത ലോകത്തുള്ളത്. ഒന്ന്, 3 ദിവസം പഴക്കമുള്ളതാണെങ്കിൽ, 3 ദിവസമൊക്കെയാണെങ്കിൽ ഖബറിന്റെ സമീപത്ത് നിസ്കരിക്കാമെന്ന് പറഞ്ഞവർ, 1 മാസമാണെങ്കിൽ എന്ന് പറഞ്ഞവർ. 1 മാസം എന്ന് കണക്കില്ല. ഒരാൾക്ക് ജനാസ നമസ്കാരം നടക്കുന്ന സമയത്ത് അഥവാ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ഈ വ്യക്തി ഏത് രാജ്യത്തായാലും വേണ്ടില്ല, ആ വ്യക്തിക്ക് അന്ന് ജനാസ നമസ്കരിക്കുവാനുള്ള പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാല പരിധി എത്തിയിട്ടുള്ള വ്യക്തിക്ക് എത്ര കാലം കഴിഞ്ഞാലും നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട്. ഇതിന് യാതൊരു കാലപരിധിയുമില്ല എന്നഭിപ്രായപ്പെട്ടവരുമുണ്ട്. ജനാസ ജീർണിക്കാത്തിടത്തോളം കാലം നിർവഹിക്കാവുന്നതാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷേ അത് അങ്ങനെ കൃത്യമായി കണക്കാക്കുവാനും സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത സംഗതിയാണ്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 മാസം പൂർത്തിയായ ജനാസക്ക് വരെ നിസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1 മാസമേ പറ്റുകയുള്ളൂ എന്ന അഭിപ്രായം പറഞ്ഞവർ. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു അത് പ്രവാചകൻ 1 മാസത്തിൽ വൈകിയിട്ടുള്ള 1 മാസം പൂർത്തിയായത് നിസ്കരിച്ചു എന്നേ ഉള്ളൂ. അത് 1 മാസമായതേ നമസ്കരിക്കാവൂ എന്ന കണക്കൊന്നും അതിനില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ സുചിന്തിതമായ ഒരു അഭിപ്രായമായിക്കൊണ്ട് പല പണ്ഡിതന്മാരും അവരോട് ഈ വിഷയകമായി ഫത്വകൾ ആരാഞ്ഞപ്പോൾ, ഉദാഹരണമായി മുഹമ്മദ് സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാ, അദ്ദേഹം ഈ വിഷയത്തിൽ നൽകുന്ന മറുപടിയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വസ്സഹീഹു, ഏറ്റവും സഹീഹായ അഭിപ്രായം അന്നുസല്ലി അലൽ ഖബരി വലൗ ബഅദ ശഹ്രിൻ, 1 മാസം എന്ന കണക്കൊന്നുമില്ല, 1 മാസത്തിന്റെ ശേഷവും നിർവഹിക്കാം. പക്ഷേ അദ്ദേഹം പറയുന്നു, ഇല്ല അന്ന ബഅദൽ ഉലമാ, ചില പണ്ഡിതന്മാർ ഖയ്യദഹു ബിഖൈദിൻ ഹസനിൻ, ഇങ്ങനെ നമസ്കാരം നിർവഹിക്കുന്നതിന് കാലപരിധി ഒന്നുമില്ലെങ്കിലും അവർ ഒരു ഉപാധി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഉപാധി? ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം, ബിശർത്തി അൻ യകൂന ഹാദൽ മദ്ഫൂൻ, ഈ മറമാടപ്പെട്ട വ്യക്തി മാത ഫീ സമനിൻ യകൂന ഫീഹി ഹാദൽ മുസല്ലി അഹ്ലൻ ലിസ്സലാ, നമസ്കാരം ഉദ്ദേശിക്കുന്ന ഈ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് നിസ്കാരം അഥവാ ജനാസ നമസ്കരിക്കുവാനുള്ള പക്വതയും പ്രായവും ഒക്കെ എത്തിയ കാലത്താണ് ഒരാൾ മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ കാലത്ത് അയാൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും 1 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും പോയി നിസ്കരിക്കുന്നതിന് അനുവദനീയതയുണ്ട്, അതിന് വിരോധമില്ല എന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. മാത്രമല്ല അതേ അവസരത്തിൽ അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്കിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയോ സഹാബിമാരുടെയോ ഒക്കെ ഖബറിന്റെ സമീപത്ത് പോയിട്ട് നിസ്കരിക്കൽ നമുക്ക് അനുവദിക്കപ്പെടുന്നതല്ല. കാരണം ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അവരൊക്കെ വഫാത്താകുന്ന കാലത്ത് നമ്മൾ ജനിച്ചിട്ട് പോലുമില്ല, എന്നിട്ടല്ലേ നമ്മൾ നമസ്കരിക്കുന്ന പ്രായമാകൽ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും സഹാബത്തിൻ്റെയും ഒക്കെ ഖബറിന്റെ സമീപത്ത് ചെല്ലുമ്പോൾ നമ്മൾ ജനാസ നിസ്കാരമല്ല നിർവഹിക്കുന്നത്, മറിച്ച് നമ്മൾ അവിടെ നിൽക്കുന്നു, സലാം പറയുന്നു, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇനി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഒരു സ്ഥിരം പതിവാക്കേണ്ട ഒരു കാര്യമല്ല. ഒരാളിങ്ങനെ ചെന്നു, ഒരു നാട്ടിൽ പോയി ഏതൊക്കെ ജനാസക്ക് വേണ്ടി ഞാൻ നമസ്കരിച്ചിട്ടില്ല എന്നിങ്ങനെ ഏതെങ്കിലും ഖബർസ്ഥാനിൽ പോയി ഡെയിലി ഇങ്ങനെ തെരഞ്ഞു നോക്കിയിട്ട് നമസ്കരിക്കുന്ന ഒരു രീതി, അത് പതിവാക്കാൻ പാടില്ല, അത് ബിദ്അത്താണ്. അങ്ങനെ ഒരു പതിവാക്കുക, നിസ്കരിച്ചിട്ടില്ലാത്ത ജനാസകൾക്കൊക്കെ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ മക്ബറകൾ തോറും കയറി ഇറങ്ങുക, അങ്ങനെ ഒരു രീതിയില്ല. അതേ അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട തൻ്റെ അയൽവാസി, തൻ്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ താൻ ഏറെ ഇഷ്ടപ്പെടുന്നവർ, താൻ സ്നേഹിക്കുന്നവർ, ആദരിക്കുന്നവർ, ബന്ധുമിത്രാദികൾ, അങ്ങനെ പലരും ഉണ്ടാകും.
അവരൊക്കെ മരണപ്പെട്ടു, പക്ഷെ ജനാസ സംസ്കരിക്കാൻ പറ്റിയില്ല. അവർക്ക് വേണ്ടി നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നു ദൂരെ നാട്ടിൽ നിന്നുകൊണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുക, നമ്മൾ വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. നാട്ടിലെത്തുന്ന കാലത്ത് നമുക്ക് ഖബറിസ്ഥാനിൽ പോയിട്ട് അവരുടെ ജനാസ അവരുടെ ഖബറിന്റെ സമീപത്ത് വെച്ച് നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. അതിന് അനുവദനീയതയുണ്ട് എന്ന ഒരു കാര്യമാണ് ഈ വിഷയകമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. അതുകൊണ്ട് തന്നെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായതിനെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.